ഏതൊരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അതിനുശേഷം അടുത്ത ചോദ്യം വരും വൈ ഷുഡ് വി ഹയർ യു. കറക്റ്റ് അല്ലോ? നമ്മൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളെ വെച്ചിട്ടുള്ള ഒരു സീരീസ് തുടങ്ങാൻ പോകണം കേട്ടോ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരുന്നു. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇൻ്റർവ്യൂ ചോദ്യങ്ങളും ആ എക്സാമ്പിൾ ആൻസറുകളാണ് നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ജോലി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഇൻ്റർവ്യൂവിന് പോകാൻ സാധ്യതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു ദ ഷോ. ഒന്നാമത്തെ ചോദ്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളുടെ വീട്ടുവിശേഷമോ നാട്ടുവിശേഷമോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളോ ഹോബീസോ നിങ്ങളുടെ വിശേഷങ്ങളോ നിങ്ങളുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങളുടെ ജോലിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ആ കമ്പനിയിൽ ഇപ്പോൾ ഉള്ള ആ ഒരു വേക്കൻസിക്ക്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുള്ള ആ ഒരു വേക്കൻസിക്ക് എങ്ങനെ നിങ്ങളുടെ ഈ ഒരു കഴിവും കാര്യങ്ങളൊക്കെ സ്യൂട്ടബിൾ ആകും എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ട രീതി എന്താണ്? ഒരു സെയിൽസിൻ്റെ വാക്കൻസിയിലേക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടീച്ചറുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യരുത്. നിങ്ങൾ ആ സെയിൽസിന് മാച്ച് ആവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ആ കമ്പനിക്ക് മറ്റുള്ള കാൻഡിഡേറ്റ്സിനേക്കാൾ അപേക്ഷിച്ചിട്ട് നിങ്ങൾ അന്നത്തെ ഇൻ്റർവ്യൂവിൽ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുകയും നിങ്ങൾ തന്നെ ജോലിക്ക് എടുക്കുകയാണോ വേണ്ടത്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കട്ടാ. ഹായ്, മൈ നെയിം ഈസ് ഷിജു തോമസ്. ഐ ഹാവ് ഓവർ 10 years of experience in digital marketing. Specialized in content strategy and SEO. I started my career at XYZ Corporation, where I developed and executed strategies that increased organic traffic by 50% in just 1 year. Following that, I joined ABC Company, where I managed a team of 5 and successfully launched several high-profile campaigns that improved brand visibility and customer engagement. I am passionate about data-driven decisions making and always on the lookout for innovative ways to connect brands with their audiences. I'm excited about the opportunity at your company because I admire your focus on cutting-edge digital solutions and believe my background can contribute to your team's mission. നിങ്ങളുടെ എക്സ്പീരിയൻസ് അവരുടെ കമ്പനിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ പറയാനായിട്ട്. ഇനി നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരാളാണ്, ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ, ജോലിക്ക് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ മറുപടി പറയും? Hello, I'm Shiju Thomas. I recently graduated from University of State with a degree in computer science. During my academic journey, I interned at Tech Solutions, where I was a part of team that developed a mobile app to improve user accessibility. Invaluable hands-on experience. I also led a group project that won first place in our college innovation competition. My coursework and experience equipped me with a solid skills in programming languages like Python and Java. I am extremely eager to start my career with your company, as I am particularly drawn to your commitment to fostering innovation and sustainability in technology. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജോലിക്ക് അനുസരിച്ച രീതിയിൽ ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് പറയാട്ടോ. പക്ഷേ ബേസിക്കലി ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണെന്നാണ് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദ്യം കിട്ടി, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. Certainly, I would be happy to. I hold a bachelor degree in computer science and have spent the last 6 years working in a software development. I have had the opportunity to work on various projects from developing mobile applications to leading team of developers in my previous role at XYZ Company. I am known for my problem solving skills and my ability to work collaboratively with cross-functional teams. Outside of my work, I am passionate about volunteering for coding boot camps where I mentor aspiring developers. എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് വെച്ചിട്ടുള്ള കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നത് വൈ ഷുഡ് വി ഹയർ യു ആണ്. ഈ ഒരു ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടിരിക്കുന്നത് സ്പാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ആപ്ലിക്കേഷനാണ് കേട്ടോ. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇമ്പ്രൂവ് ആക്കണം, നിങ്ങളുടെ ആവശ്യം എന്തോ ആയിക്കോട്ടെ, ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പേഴ്സണൽ ട്യൂട്ടർ അല്ലെങ്കിൽ മെൻറ്റർ എന്ന രീതിയിൽ നിങ്ങളെ 24/7 സഹായിക്കുന്ന, നിങ്ങളെ യാതൊരു കളിയാക്കാതെയും കുറ്റം പറയാതെയും നിങ്ങളുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു AI ആപ്പാണ് സ്പാർക്കി എന്ന് പറയുന്നത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനു മുൻപ് ഇതിന്റെ ഒരു ഡെമോ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടാ. Hi. What's your dream job, Leo? My dream job is accounts receivable in healthcare industry. That's a well-structured response, Leo. You're aiming high. What interests you about accounts receivable in the healthcare industry? Because accounts receivable main job role is
speaking English. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ആ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ സ്പാർക്കിനോട് ചോദിക്കാൻ പറയുകയും നിങ്ങൾ അതിന് മറുപടി പറയുമ്പോൾ സ്പാർക്കി ആ മറുപടി വിലയിരുത്തിയിട്ട് നിങ്ങളോട് ആ മറുപടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് ആക്കുകയും അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് സജഷൻസ് പറഞ്ഞിരിക്കുകയും നിങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഈ ഒരു ആപ്പ് സഹായിക്കട്ടെ. ആപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കാം. വൈ ഷുഡ് വി ഹയർ യു? നമ്മൾ എന്തിന് നിങ്ങളെ തിരഞ്ഞെടുക്കണം? അന്നൊരു 50 ആൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടെങ്കിൽ എന്തിന് ഞാൻ നിന്നെടുക്കണം, എനിക്ക് ബാക്കി 49 പേരെ ഞാൻ എന്തിനു ഒഴിവാക്കിയിട്ട് നിന്നെടുക്കണം എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ 49 പേരെ എടുത്താലും അതിനേക്കാളും ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര ശതമാനം ഗ്രോത്ത് അല്ലെങ്കിൽ മെച്ചം ഇന്ന കാര്യങ്ങളിൽ ഉണ്ടാവും. കാരണം ഇന്ന കാര്യങ്ങളിൽ എനിക്ക് ഇന്ന കഴിവുണ്ട് എന്ന് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന സിറ്റുവേഷനാണ് എടുത്തിട്ടാ. ഉദാഹരണം നോക്കാം, അതായിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത്തേത്, ഒരു മാർക്കറ്റിംഗ് ജോലിക്കുള്ള ആളാണ് വിചാരിക്കാം. മാർക്കറ്റിംഗ് ആണല്ലോ പൊതുവെ എല്ലാവരും വരുന്നത്. ഉദാഹരണം ഇങ്ങനെ വരട്ടാ. With my strong background in digital marketing, including a successful record of driving brand growth through targeted social media campaigns, I am confident in my ability to significantly increase your company's online presence. My previous work at XYZ Corporation resulted in a 40% increase in user engagement, and I'm excited about bringing my strategical thinking and creative skills to your innovative team. ഇത്ര ശതമാനം ഇന്ന കാര്യങ്ങളിൽ മെച്ചം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ജോലിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് അല്ല, കസ്റ്റമർ സർവീസാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഐ ബ്രിങ് ഓവർ 5 years of experience in customer service, consistently achieving a 95% customer satisfaction rating at my previous job. I am driven by my passion for understanding customer needs and providing solutions that enhance the user experience. My strong communication skills and positive attitude make me an ideal candidate to uphold the enhance your company's reputation for excellent service. അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് പ്രൊഫഷനൊക്കെ അനുസരിച്ച് കാര്യങ്ങളൊക്കെ അനുസരിച്ച് കമ്പനിക്കൊക്കെ അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ പറയാൻ ശ്രമിച്ചോളൂ കേട്ടോ. അടുത്തൊരു ടീച്ചറാണെന്ന് വിചാരിക്കാം. ടീച്ചിങ്ങിൻ്റെ ജോലിക്കാണ് പോകുന്നത്. വൈ ഷുഡ് വി ഹയർ യു? എന്തിന് ഞാൻ നിന്നെ എടുക്കണം? Hire me because I am dedicated to fostering an inclusive and engaging learning environment. My experience as a ഏത് ടീച്ചറാണെന്നുള്ള വയ്ക്കാം. My experience as a, for example, history teacher. My experience as a history teacher has equipped me with innovative teaching methods such as integrating technology in the classroom, which increased students' participation by 25%. I am ready to bring my passion for education and commitment to student success to your esteemed institution. 2-3 ഉദാഹരണങ്ങൾ നോക്കിയില്ലേ? അപ്പോൾ 2 ചോദ്യങ്ങൾ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫും വൈ ഷുഡ് ബി ഹയർ യു, ഈ 2 ചോദ്യങ്ങൾക്കുള്ള കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയതിടാ. ഉള്ള കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ സീരീസിൽ തുടർന്നും ചെയ്യുന്നത്. അപ്പോൾ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡുകൾ വീണ്ടും വരുന്നതായിരിക്കും. കണ്ടു നോക്കുക. ഇനി നിങ്ങൾക്ക് ഒരു CV ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ CV നന്നായി ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി നോക്കുക, കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകൾ കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ പോകുന്ന വഴി ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദിസ് ഇസ് ഷിജു തോമസ്. ടേക്ക് കെയർ. ബൈ ബൈ.